ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓട്ട് ഡ്രൈവ് ചെയ്താൽ സ്റ്റാർട്ട് ആക്കിയാൽ തന്നെ അറിയാൻ കഴിയും. നമുക്ക് വേണ്ടി ഇല്ല, അതിൽ കുഴപ്പമില്ല. എന്തെങ്കിലും ₹2 കുറച്ചാണ്. ₹2 ഇനി എന്താ പറയോ? ഇല്ല, 3:38 ലാസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഓല് എവിടുന്നാ വരുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഓല് വന്ന എക്സ്പെൻസ് ഞാൻ കൊടുക്കും. പോരെ, കേട്ടില്ലേ? ഇമ്മാരി ഓഫർ വേറെ ആരും എവിടുന്ന് വരികയാണെങ്കിലും ഓല് വന്ന എക്സ്പെൻസ് ഞാൻ പറഞ്ഞ വണ്ടിക്ക് ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഓല് വന്ന എക്സ്പെൻസ് ഞാൻ കൊടുക്കും. ഷുവറാണ്, വെറും ഭർത്താനല്ല. ആയിക്കോട്ടെ. അതുപോലെ തന്നെ ചെറിയൊരു പൈസക്ക് ഹോണ്ട സിവിക് വരുന്നുണ്ട്. സിവിക് 2006 മോഡലാണെങ്കിൽ 2019 പുതുമ നിലനിർത്തിയിട്ടാണ്, പെർഫോമൻസ് ഒക്കെ നിലനിർത്തിയിട്ടാണ് വണ്ടി വിടുള്ളത്. മുക്താറാണേ, വെറും 50,000 രൂപയ്ക്കാണ് ഒരു വാഗനർ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമ്മുടെ യൂസുഫ്ക്കാന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. 1.5 മാസത്തിന് ശേഷമാണ് യൂസുഫ്. ഓഫർ ഉണ്ടോ? ഫുൾ ഓഫറാണ്. ഏറ്റവും ലോ പ്രൈസിൽ ഈ ഒരു വാഗനർ 2017 VXi ആണ് വരുന്നത്. 50,000 പറഞ്ഞത് ഡൗൺ പേയ്മെന്റ് ആണ് വരുന്നത്. ഇതിന്റെ എക്സാക്ട് പ്രൈസ് എത്ര? 3.75. സെക്കൻഡ് RC ആണ്. അത് ചെറിയൊരു മാറ്റം വരാൻ കാരണം നമ്മൾ 1.10 ഓടിയിലാണ്. 1.10 അതുകൊണ്ട് മാത്രം 1.10 ഓടിയിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയറൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യമല്ല, 4 പുതിയ ടയർ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. അപ്പം 3.75 ചോദിക്കുന്ന പ്രൈസ്. 50,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. പിന്നെ ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കീശ്ശേരി, കൊണ്ടോട്ടി കീശ്ശേരി 1 കിലോമീറ്റർ മൊറയൂർ റോട്ടിൽ. 1 കിലോമീറ്റർ മൊറയൂർ റോട്ടിൽ പുതിയോടത്ത് യൂസർകാരെന്ന് പറഞ്ഞിട്ട് വമ്പ ഓഫറായിട്ട് കാണിക്കും. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കസ്റ്റമേഴ്സ് പഴയ സ്റ്റോക്ക് ഇവിടെ ഏതുമില്ല, ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു സ്റ്റോക്ക് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പം പുതിയ അപ്ഡേഷൻ ആണ് വന്നത്. ഏകദേശം 1.5 മാസമായി നമ്മൾ ചെയ്ത്, 1.5 മാസമായി ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യം ഒരുപാട് ഇനോവകളൊക്കെ വന്നിട്ടുണ്ട്. 2 ഇനോവ വന്നിട്ടുണ്ട്. ആണ് വരുന്നത്. 2007 മോഡലിൽ G4 ആണ് വരുന്നത്. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ അല്ലേ ഇനോവ സ്വന്തമാക്കാം. പിന്നെ അതുപോലെ തന്നെ ഒമനി വരുന്നുണ്ട്, ഇയോൺ, റിഡ്സ്, എർട്ടിക ഉണ്ട്. റിഡ്സ് 2 മോഡൽ വരുന്നുണ്ട്. 4 മാസത്തിന് ശേഷം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ചെറിയൊരു പൈസക്ക് ഹോണ്ട സിവിക് വരുന്നുണ്ട്. സിവിക് 2006 മോഡലാണെങ്കിൽ 2019 പുതുമ നിലനിർത്തിയിട്ടാണ്, പെർഫോമൻസ് ഒക്കെ നിലനിർത്തിയിട്ടാണ് വണ്ടി വിടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ യൂസുഫ് വേറെ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? വീഡിയോ തുടങ്ങുമ്പോൾ പറയാം. കാരണം ഏതൊരു വണ്ടിയാണെങ്കിലും എവിടുന്ന് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്തിട്ട് എടുക്കലുള്ളൂ. ഇനി കസ്റ്റമേഴ്സും ചെക്ക് ചെയ്യണം. ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. ഷോറൂമിൽ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് അത് ചെക്ക് ചെയ്യാം. അഡ്വാൻസോ കാര്യമൊക്കെ തന്നിട്ട് ചെക്ക് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇപ്പൊ വാഗണർ ആണെങ്കിലും ഈ ഒരു വണ്ടിയാണ് എൻജോയ് ആണെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ മൂപ്പര് RC അയച്ചു കൊടുത്തിട്ട് അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ. ഏകദേശമൊക്കെ നമ്മൾ മാരുതിന്റെ ഒക്കെ വണ്ടി ആകുമ്പോൾ നമ്പർ തന്നെ പറഞ്ഞു കൊടുത്താൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഷോറൂമിൽ പോയാൽ തരുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓഫർ ഉണ്ടല്ലോ യൂസുഫ്. എങ്ങനെയാണ്? വേറൊരു ഓഫർ ഉണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ കണ്ടീഷനിൽ. ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ ഇല്ലെങ്കിൽ വന്ന പൈസ എന്ത് എക്സ്പെൻസ് ആണെങ്കിലും ഞാൻ റിട്ടേൺ. ഓക്കെ. ഈ പറഞ്ഞ കണ്ടീഷനിൽ അല്ലെങ്കിൽ വന്ന പൈസ റിട്ടേൺ പൈസ ഞാൻ ഏകദേശം ആൾക്കാരോട് കോൾ ചെയ്യുമ്പോൾ ഞാൻ പറയണം. പിന്നെ എനിക്ക് ഇതിലും പറയാൻ മടിയൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങല്ലോ. എന്നാല് നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇയോൺ ഇറ പ്ലസ് അല്ലേ? 2007 മോഡൽ വരുന്നത്. 2014 മോഡൽ. 2014 മോഡൽ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. 2014 ഇറ പ്ലസ് എത്ര നോഷിപ്പോ വരുന്നത്? ഇത് രണ്ടാമത്തെ നോഷിപ്പ്. കിലോമീറ്റർ 83. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി ഞാൻ എടുത്തിട്ടില്ല. ഇതിന്റെ വണ്ടിയാണ്. ഓക്കെ. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇനി പ്രൈസ് കേട്ട് ഒന്ന് ഞെട്ടിച്ചാൽ മതി. പ്രൈസ് നമുക്ക് 1,80,000 കൊടുക്കാം. 1.80. നമ്മള് വാഗണറിന്റെ വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ വാഗണർ ഒരു കസ്റ്റമർ വന്നപ്പോ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ അതിന് ഇറങ്ങി അടുത്ത വീഡിയോയിലേക്ക് ഇറക്കുമ്പോൾ തന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ടുണ്ട്. നല്ല വണ്ടിയാട്ടോ, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പൊ 2014 1.80 എത്ര വരെ ലോൺ കയറും? ഒരു 1.25. ഒരു 60-70 രൂപ വണ്ടി ഇവിടെ നടക്കാം.
ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? 2000 പെട്രോൾ ചോദിക്കും ആൾക്കാർ, ഡീസൽ ഉണ്ടോ ചോദിക്കും ആൾക്കാർ. ഇല്ലാത്ത വണ്ടിക്ക് ഇത് പെട്രോൾ ആണ്. ഇത് പെട്രോൾ ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015 മോഡൽ പെട്രോൾ. സെക്കൻഡ് RC ഓണർ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 83 ഓട്ടം. 83 ഓട്ടം. റീപ്ലേസ് എന്തെങ്കിലും? ഒന്നുമില്ല. ഒരു റീപ്ലേസ് ഒന്നുമില്ല. ടയറൊക്കെ നോക്കി 4 ടയർ പുത്തൻ ടയർ. അത്യാവശ്യം പുതിയത് തന്നെ. അത്യാവശ്യമല്ല, പുതിയ തന്നെ വരുന്നത്. ഇത് എങ്ങനെയാണ്? റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് ഫൈനലി തൽക്കാൻ പിന്നെ പറഞ്ഞതാണ്. പിന്നെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളതാ, പിന്നെ എന്നോട് മാർഗം ചെയ്യരുത്. വണ്ടി ക്വാളിറ്റി ഇല്ലെങ്കിൽ ഓല് എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഓല് വന്ന് എക്സ്പെൻസ് ചെയ്യാൻ കൊടുക്കും. പോരെ? കേട്ടില്ലേ? ഇമ്മാരി ഓഫർ വേറെ ആരും എവിടുന്ന് വരികയാണെങ്കിലും ഓല് വന്ന എക്സ്പെൻസ്, ഞാൻ പറഞ്ഞ വണ്ടിക്ക് ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഓല് വന്ന എക്സ്പെൻസ് ഞാൻ കൊടുക്കും. ഷുവറാണ്, വെറും ഭർത്താനല്ല. ആയിക്കോട്ടെ. ഓഫർ ഇമ്മാരി ഓഫർ വേറെ ആരും പറയോ? ഇത് ലാസ്റ്റ് പ്രൈസ് എത്ര? നമുക്ക് ലാസ്റ്റ് 390 കൊടുക്കാം. 390. എത്ര ലോൺ കയറും? ഒരു 3.5 3.4 ഇടയിൽ കയറും. ഒരു 70-80 വണ്ടി. ഞാൻ ജസ്റ്റ് സിവിൽ സ്കോർ ക്ലിയർ ആണെങ്കിൽ ഫുൾ ലോണും കിട്ടും. ഓലെ സിവിലിനനുസരിച്ചാണ് ബാങ്ക് ലോൺ കൊടുക്കുക. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഹോണ്ട സിവിക് ആണ് വരുന്നത്. 2006 മോഡലാണെങ്കിലും 2009 പുതുമ സോറി 2006 ആണെങ്കിലും 2019 പുതുമ നിലനിർത്തുന്ന ഒരു കാറ്. ഇതിന്റെ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇന്ത്യയിലാണ് അല്ലെ? ഒന്നും പറയാനില്ല. ഇതുമൊക്കെ വന്നാണ്ട് ഒരു കംപ്ലൈന്റ് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഒരു 10,000 2,000 3,000 ഞാൻ ഏറെ കൊടുക്കാം പുറമേ ആണെങ്കിൽ. അപ്പൊ ഞാൻ എന്താ കംപ്ലൈന്റ് പറഞ്ഞാൽ എനിക്ക് ഷുവറായിട്ട് നിങ്ങൾ റൺ ചെയ്തു. അപ്പൊ ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് 2.10 കൊടുക്കാം. സിവിക്ക് ഫുൾ ലോഡ് വണ്ടി. എത്ര ഓണർഷിപ്പ് വരുന്നത്? മൂന്നാമത്തതോ രണ്ടാമത്തതോ ആണ് കൂടുതൽ. 2 3 ആണ്. കിലോമീറ്റർ 88,000. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒരു റീപ്ലേസ് അത്യാവശ്യം നല്ല റീ ആണ് വണ്ടി. അത് റീ ആണെങ്കിൽ കേരള ആണെങ്കിൽ ഇതിന് ഒരു മാർക്കറ്റാണ്. ഒരു 11 12 13 റേഞ്ചിൽ മൈലേജ് എന്തായാലും ഉറപ്പാണ്. 11 12 13 ആട്ടോ പറഞ്ഞത്. അപ്പൊ അത് മറക്കണ്ട. സിവിക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നല്ലൊരു വണ്ടിയാണ്. 2006 മോഡൽ 2019 അതേ പുതുമ നിലനിർത്തുന്നുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഹോണ്ട അമേസ്. ഡീസൽ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്. റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രം ഞാൻ മാറ്റിയതാ. ഇന്ത്യൻ ആയതാ. നിങ്ങൾ മാറ്റിയതാ? നിങ്ങളെ ഓടിക്കുമ്പോ തേങ്ങ വീണാണോ? അല്ല, തേങ്ങ വീണതല്ല. ഇത് അതൊരു മോട്ടോർ സൈക്കിളുകാരൻ വന്നാണ്ട് ആക്സിഡന്റ് ആയി പൊട്ടിയതാ. നിങ്ങളാണ് ഇത് മാറ്റിയത്? ഞാനാ മാറ്റി. ഓക്കെ. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ വരുന്നത്? അതിന്റെ ഡീറ്റെയിൽസ് 2013 മോഡൽ, മിഡിൽ ഓപ്ഷൻ, 4ാമത്തെ RC ഓണർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉണ്ട്. ഒരു 2.5 വരെ 2.25 ഇടയിൽ ലോണും കൊടുക്കാം. 2.25 ഇടയിൽ ലോൺ കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 83,000 കിലോമീറ്റർ. 83,000. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ എടുത്തിട്ട് ഓണറിന് ഹിസ്റ്ററി വണ്ടിയിട്ട് പോകാതെ കിട്ടൂല. ഓക്കെ. ഇതിന്റെ പ്രൈസ് അങ്ങനെ വരുന്നത്? ഫൈനൽ റേറ്റാ പറഞ്ഞത്. ഫൈനൽ പറഞ്ഞാൽ 2.95 കൊടുക്കാം. 2.95. ഇന്ന് വരെ ഞാൻ ആരോട് ഇതിന്റെ പ്രൈസ് അത്ര പറഞ്ഞിട്ടില്ല കേട്ടോ. 90 കൊടുക്കാം. റോയൽ എക്സ് ഓഫർ നിങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ, ഒരു 2.90 കൊടുക്കാം. ഫൈനൽ ആയി ഒന്നും കുറയില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും കുറയില്ല. മാക്സിമം ഹൈ ക്വാളിറ്റി വണ്ടി. ഏതൊരു വണ്ടിയാണെങ്കിലും നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു വിചാരിച്ചു നിങ്ങൾ എടുത്ത് ചാടി വണ്ടി എടുക്കരുത്. കാരണം നിങ്ങൾക്ക് അത്രക്കും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മൂപ്പര് ഹൈ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യൂസുഫ്ഖാന്റെ കച്ചവടം പറയും. പക്ഷേ വണ്ടി പൂർണ്ണമായി എവിടുന്നാണെങ്കിലും ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കണ്ണും പൂട്ടി വണ്ടി എടുത്ത് പോവാണ്. അത് ചെക്ക് ചെയ്യില്ല. എന്നിട്ട് എന്നെ വിളിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞിട്ടല്ല നമ്മൾ വണ്ടി എടുത്തത്. വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. ടെസ്റ്റ് ഡ്രൈവ് പോയ വാഗ്നർ വന്നിട്ടുണ്ട്. 2017 LX ആണ്. സോറി, VXI ആണ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വോൾസ്വാഗന്റെ വെൻഡോ ആണ്. വെൻഡോ ഡീറ്റെയിൽസ് അങ്ങനെ വരുന്നത്? 2011 മോഡൽ, 12 രജിസ്ട്രേഷൻ. 2011 2012 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,17,000. 1 ലക്ഷം വരെ കമ്പനി സർവീസ് ഉണ്ട്. തന്നോരിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല? ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മുത്താർക്ക്. അത് നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി. ഇന്റീരിയറോ കാര്യം യൂസിങ് കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കിലോമീറ്റർ 1,17. റീപ്ലേസ് എന്തെങ്കിലും? ഒന്നുമില്ല. ഏത് ഓപ്ഷൻ വരുന്നത്? മിഡിൽ ഓപ്ഷൻ, ഹൈലൈൻ. ഓക്കെ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2.45 കൊടുക്കാം. 2.45. അതിന് എന്താ കുറയാണ്ടോ? ഇല്ല, വണ്ടിയാണത്. 2.45. അതിൽ നമ്മൾ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. തേർഡ് പാർട്ട് ഇൻഷുറൻസ് പുതിയത് ഞാൻ എടുത്തു കൊടുക്കും.
ലോൺ 2 ആളാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആക്കാൻ 2000 1500 കൂട്ടേണ്ടി വരും ഫസ്റ്റ് ക്ലാസ് ആക്കുമ്പോൾ. ഒരു 4 രൂപ ലെവലാണ് ഇൻഷുറൻസിന് വരിക 3900. എത്ര ലോൺ കയറും? ഇത് സിവിൽ സ്കോർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 1.5-1.25 വരെയൊക്കെ വരും. എന്തായാലും കിട്ടും. അത് ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ അതെന്റെ ഇവിടെ നടക്കല്ല. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് റിഡ്സ് ആണ് വരുന്നത്. കാൽപാണ്ട് വടകര രജിസ്ട്രേഷൻ. ഏതാ മോഡൽ വരുന്നത്? 2012. ഏതാ ഓപ്ഷൻ? VDI ഡീസൽ ആണ്. എത്ര ഓണർഷിപ്പ് ആണ് വരുന്നത്? 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.6. റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ എടുത്തിട്ടില്ല. 2012 വണ്ടി ആ കണ്ട കണ്ടീഷൻ കണ്ടാണ് കൊണ്ടുപോകാന്നല്ലാതെ നിവർത്തിയില്ല. ഹിസ്റ്ററിയും കാര്യം നോക്കി ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് ഇത് 2.35 കൊടുക്കാം. 2.35 ഫൈനൽ ആട്ടോ. കുറെ പിന്നെ പറയാനുള്ള കാര്യം അതാണ്. പിന്നെ ഒരു ഉറുപ്പിനോട് ബാർഗൻ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. എത്ര ലോൺ കയറുന്നത്? ഇതുമൊരു 1.5 വരെ കയറും. 1.5 വരെ, അതായത് ഒരു 80 റുപ്യ ഉണ്ടെങ്കിൽ 1.5 ഇതേ വണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, ഒരു 80 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കാം. ഇപ്പൊ നെക്സ്റ്റ് നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി പോവാണ് 2007 മോഡൽ ഇന്നോവ രജിസ്ട്രേഷൻ. 7 എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് അറിയില്ല കേട്ടോ. ഇതിന് നമ്പറും സെയിം ആണ്. 2007 ഇതിന് 8 വർഷമായിട്ട് ഇവിടെ നമ്പറായ വണ്ടിയാ. 8 വർഷമായിട്ട് ആണ് വണ്ടി. പക്ഷെ ആണെന്ന് നിങ്ങൾ നോക്കണ്ട, അടിപൊളി വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. യൂസുഫ്ക, എത്ര ഓണർഷിപ്പാണ് വരുന്നത്? 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 2,06,000. 2.6 കിലോമീറ്റർ. ഹിസ്റ്ററി ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പറയാൻ കഴിയില്ല. ഇനിയിപ്പോ നമുക്ക് പ്രൈസ് ആണ് നോക്കാനുള്ളത്. ബ്ലാക്ക് ആണ് വരുന്നത്. മെറ്റാലിക് ബ്ലാക്ക് ആണ് വരുന്നത്. തട്ടുമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും? മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. തട്ടുമുട്ട് ആക്സിഡന്റ് ഇല്ല. എന്തായാലും പ്രൈസ് 2007 ആയതുകൊണ്ട് തന്നെ ഒരു 3.5-3.60 ആ റേഞ്ച് എന്തായാലും ഉണ്ടാവില്ല. അത്രയൊന്നും വേണം. 3.40 ഫൈനൽ കിട്ടിയാൽ 3.40 ഫൈനൽ കിട്ടിയാൽ കിട്ടണം. അതില് കുറച്ച് കുറയാൻ കഴിയില്ല. ഞാൻ 3.60 പറഞ്ഞു. വേറെ വിഷയം കൂടി ഉണ്ട്. 2013 വണ്ടി തന്നെ ഞാൻ ഇവിടെ 3 റുപ്യക്കും കൊടുത്തത്. വണ്ടിന്റെ ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഡ്രൈവ് ചെയ്താലും സ്റ്റാർട്ട് ആക്കിയാൽ തന്നെ അറിയാൻ കഴിയും. 3.40 പറഞ്ഞു. ഞമ്മക്ക് വേണ്ടി ഇല്ല, അതിൽ കുഴപ്പമില്ല. എന്തെങ്കിലും കുറക്കാൻ കഴിയാൻ 2 റുപ്യ കുറച്ച്. 2 റുപ്യ ഇനി എന്താ പറയോ? ഇല്ല, അപ്പൊ 3.38 ലാസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു നാനോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഒമനി വരുന്നുണ്ട്. ഒമനി ഏതാ മോഡൽ വരുന്നത്? 2009-10 രജിസ്ട്രേഷൻ. 2009-10 രജിസ്ട്രേഷൻ. LPG ആണോ? LPG ഉണ്ട്, പെട്രോളും ഉണ്ട്. പിന്നെ ഹൈ ക്വാളിറ്റി വണ്ടി ആട്ടത്. ആ വണ്ടിന്റെ ഈ ചാനലൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്താളാ. ഇതാണ് ഒമ്നിന്റെ നോക്കാനുള്ളത്. പിന്നെ നമ്മളൊരു പൊട്ടി വരെ ഇന്ന് വരെ അതിൽ കേറിയിട്ടില്ല. 7 സീറ്റർ ആണോ 5 സീറ്റർ ആണോ? 5 സീറ്റർ ആണ്. 5 സീറ്റർ ആണ് വരുന്നത്. 5 സീറ്റർ ഒരു സീറ്റ് എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 3ാമത്തെ ആർച്ച് ഓണർ ആണ്. കിലോമീറ്ററോ? കമ്പനി ഗ്യാസ് ആണ്. കമ്പനി കിലോമീറ്റർ 63,000. പ്രൈസ് ആണ് ചോദിക്കുന്നത്. 73,000. പ്രൈസ് വരുന്നത് 1.10. അതായത് ഈ പറഞ്ഞ മാതിരി ഇന്നോവയോട് പറഞ്ഞ ഈ ഇവിടെ തന്നെ 90 റുപ്യക്ക് ഞാൻ ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2009-2010 വണ്ടി. 25 രൂപ പേപ്പർ ഉണ്ട്. വണ്ടിക്ക് ഇത് ഒരു ആള് വന്ന വണ്ടി നോക്കാതെ ഇഷ്ടപ്പെടാതെ പോകില്ല. ഓമിനി നോക്കാൻ വന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന പറയുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് നാനോ ആണ് വരുന്നത്. നാനോ ഏതാ മോഡൽ വരുന്നത്? 15-16. 2015-16. എത്രാം ഓണർഷിപ്പ് ആണ് വരുന്നത്? ഫസ്റ്റ് ഓണർഷിപ്പ്. നാനോ ഫുൾ ലോഡ് ട്വിസ്റ്റ്. ഫുള്ളോടാണ് വരുന്നത്. AC 2 പവർ വിൻഡോ, പവർ സ്റ്റാറിംഗ്, ഡിക്കി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ട നാനോന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ തുരുമ്പുണ്ടോന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ധൈര്യത്തിൽ നോക്കാം. ഇവിടൊക്കെ ഈ ഒരു സൈഡിലൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത്. അതൊന്നും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പേസ്റ്റ് ആണ് നോക്കാനുള്ളത്. പേസ്റ്റ് ഒക്കെ കമ്പനി പേസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. ഇതൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇത് എനിക്ക് 1.40. 1.40 ഫൈനലാട്ടോ. ഫൈനൽ ഇനിയൊന്നും പറയില്ല. ഈ സെക്കൻഡ് വരെ 1.5 കുറച്ച് ആരോട് പറഞ്ഞിട്ടില്ല. പറയാനില്ല. ലോൺ കയറോ ഇതിന്? ശ്രീരാം പിന്നെ സേട്ടു ഇതൊക്കെ സേട്ട് ലോൺ ആണെങ്കിൽ ഇവിടെ അടുത്ത പ്രദേശത്തേക്ക് കയറുള്ളൂ. ശ്രീരാം പിന്നെ കേരളത്തിലാണ്. എത്ര രൂപ? 75 രൂപ വണ്ടി ഇവിടെ നടക്കാം. 2005. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഇന്നോവ ആണ് വരുന്നത്. ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? ഇന്നോവ G4 8 സീറ്റർ. G4 8 സീറ്റർ. 2007 മോഡൽ. 2007 മോഡൽ. എത്രാം ഓണർഷിപ്പാണ്? 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.60. കിലോമീറ്റർ പറഞ്ഞ മാതിരി കേട്ടോ. ജെന്യൂൻ ആണോ അല്ലേ? ചിലപ്പോൾ ജെന്യൂൻ ആവാം, തെറ്റാം. ആവുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ പ്രൈസിൽ ഒരു മാറ്റം വരും. പ്രൈസ് നല്ല മാറ്റം വരും. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. ടയറൊക്കെ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? എന്തായാലും മറ്റേ 3.38 പറഞ്ഞു. ഞാൻ പറയുന്നില്ല. ഇത് 3.30 കൊടുക്കും. 3.30 എന്താ
ഇല്ല ഒന്നും കുറയില്ല. അല്ല ഇനി വേറെ കാര്യമുണ്ട്, മുപ്പരോട് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ ഇനി മുത്താറിന് ഒരു 5 റുപ്യ അങ്ങനെ അല്ല 30 കുറച്ച് ഞാൻ അടിയിലേക്ക് കച്ചവടം അടുത്ത് വരുമ്പോ ഞാൻ ഷട്ടറിട്ട് പൂട്ടി പോകേണ്ടി വരും. ഷട്ടർ ഇല്ല ഇവിടെ, എന്തായാലും ക്ലോസ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ എർട്ടിഗാണ് വരുന്നത്. കേൽപ്പാണ്ട് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസൽ ആണോ? ഡീസൽ VDI ആണ് വരുന്നത്. എത്രാം ഓണർഷിപ്പ് വരുന്നത്? 4ാമത്തെ ഓണർഷിപ്പ് ആണ്. 4ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്ററോ? 1,51,000 കിലോമീറ്ററിലുള്ള. ഇതിന്റെ ഹിസ്റ്ററി ഞാൻ എടുത്തിട്ടില്ല. റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് ഇല്ല. 4ാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്. അഡ്വക്കേറ്റ് ആണ് ഉപയോഗിച്ചത് പറയാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഫസ്റ്റ് ആളാണെങ്കിലോ ഇതിപ്പോ 4 RC അന്നൊട്ടിച്ച സ്റ്റിക്കർ ആകാൻ സാധ്യത ഉണ്ട്. അതുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇന്ത്യയിലാണ് ചെയ്തിട്ടുള്ളത്. ഏതൊരു വണ്ടി ആണെങ്കിലും എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും കണ്ടീഷനുകൾ ചെക്ക് ചെയ്യുക നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഏവറേജ് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? 4 രൂപ കൊടുക്കാം. 4 രൂപ ഫൈനൽ. ഒന്നും കുറയില്ല കേട്ടോ. ഇനി കുറയില്ല. ഏറ്റവും നല്ല ടൈറ്റ് ടൈം ആട്ടപ്പോ ടൈറ്റ് ഉള്ളതുകൊണ്ടാണോ 4 രൂപ? അല്ല കിട്ടി നമുക്ക് ടൈറ്റ് ആയിട്ട് എടുത്താണല്ലോ. ഈ 2012 വണ്ടി ഒരു വർഷം മുന്നേ സത്യം പറഞ്ഞ 3 രൂപയ്ക്ക് നമ്മുടെ കൊടുക്കണല്ലേ. ഇപ്പൊ വണ്ടിക്ക് ഡിമാൻഡ് ആയിട്ടാണ്. വണ്ടിക്ക് ഡിമാൻഡ് കൂടി പറഞ്ഞു. കഴിഞ്ഞ ഫസ്റ്റ് ചെയ്ത വീഡിയോന്റെ ചാർജ് അല്ലല്ലോ, ചാർജ് കൂടിയോണ്ടിരിക്കണ്ടല്ലോ. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ലേസം വാല്യൂ കൂടിക്കണേ. അതല്ല, അത് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. നമുക്ക് കിട്ടുന്ന അനുസരിച്ചല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. ചെറിയ മാർജിൻ എടുക്കുക കൊടുക്കുക, അത്രേ ഉള്ളൂ. എത്ര ലോൺ കയറുന്നത്? ഇതിമേലൊരു 3 രൂപ. 1 ലക്ഷം രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം. ഞാൻ അതുപോലെ തന്നെ ലാസ്റ്റ് നോക്കാനുള്ളത് റിഡ്സ് ആണ് നോക്കാനുള്ളത്. റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? റിഡ്സ് 2013 മോഡൽ. 2013 മോഡൽ. എത്ര ഓണർഷിപ്പാണ്? സെക്കൻഡ്. കിലോമീറ്ററോ? 83. അത് ക്ലിയർ ആട്ടോ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ VDI തന്നെയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഏതാ പറഞ്ഞത്? സെക്കൻഡ് ഓണർഷിപ്പ്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. ടയർ നോക്കുമ്പോൾ അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് 320 ഫൈനൽ. 320 ഫൈനൽ ചെയ്യാം അല്ലേ? ക്വാളിറ്റി വണ്ടി ആട്ടത്. എത്ര ലോൺ കയറും? അഴിമലും ഒരു 3ന്റെയും 2.5 ഇടയിലായിട്ട് കയറും. 3ന്റെയും 2.5 ഇടയിലായിട്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ലാസ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? എൻജോയ്. ഇതാ ഇവിടെ നമ്മളെ മറ്റേ വണ്ടി വന്നിട്ട് ഫുള്ള് ചെക്കിംഗ് ഒക്കെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല നടക്കട്ടെ. എൻജോയിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ? എൻജോയ് 2013 മോഡൽ. 2013 മോഡൽ. എത്ര ഓണർഷിപ്പാണ്? ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 63. അതിന്റെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. 63 ആണെന്നാണ് എനിക്ക് തന്നോല് നിങ്ങൾ പറഞ്ഞത്. കിലോമീറ്റർ പറഞ്ഞോ? ഇല്ല, അതൊന്നും അറിയില്ല. സ്റ്റെർലൈറ്റിന്റെ വണ്ടിയല്ലേ, സ്ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവ്. ഒന്നുമില്ല, അതൊക്കെ ഗ്യാരണ്ടി. റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഏവറേജ് ടയർ വരുന്നുണ്ട്. മുന്നത്തെ ടയർ പുതിയ ടയർ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 240 കൊടുക്കാം. 240. എത്ര ലോൺ കയറും? ഇതും ശ്രീരാമും മറ്റൊക്കെ കിട്ടുള്ളൂ. ഒരു 1.5 ലെവലൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പോ നമ്മളെ മദ്രസാര് ഇപ്പൊ 3 വണ്ടി കൊണ്ടുപോയി സ്കൂൾ ട്രിപ്പുകാര് 3 എൻജോയ് കൊണ്ടുപോയി. ഇത് ഇന്നലെ രാത്രി വന്ന വണ്ടിയാ. മെക്കാനിക്കൽ കാര്യമൊക്കെ ചെക്ക് ചെയ്തോണ്ട് നിൽക്കണുള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് വണ്ടി കുറഞ്ഞ വണ്ടികളാണെങ്കിലും ഉള്ള കണ്ടീഷൻ വണ്ടികളാണ് ഉള്ളത്. നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ മൂപ്പര് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടീഷൻ അല്ലെങ്കിൽ പറഞ്ഞ കണ്ടീഷൻ ഇതിലിപ്പം പറഞ്ഞ കണ്ടീഷൻ എൻജോയ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്യണുള്ളൂ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. നോക്കി വർക്ക്ഷോപ്പിൽ കാണിച്ച് തീർത്തിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് കറക്റ്റ് സ്പോട്ട് വരും. നമ്മളെ കൊണ്ടോട്ടി കീശ്ശേരി മൊറയൂർ റോഡിലാണ് വരുന്നത്. പുതിയോടത്ത് യൂസ്ഡ് കാർ. നമ്മളെ യൂസുഫ് ഖാന്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ. കാരണം ആ ഒരു നൈറ്റിൽ എനിക്ക് വിളിച്ചിട്ട് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചില ഏതാ വണ്ടികളെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ചോദിച്ച ആൾക്കാർക്കുള്ള വീഡിയോ അതാ ഇന്ന് ഇറങ്ങും. ഇന്ന് ഡേറ്റ് എത്രയായിരുന്നു? ഇന്ന് 10-10 ഈവനിങ് ആവുന്നൊരു സാധനം ഇറങ്ങും. അപ്പൊ എന്തായാലും യൂസുഫ് ഖാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഓഫർ ഇതുപോലെ കൊടുക്കാൻ കഴിയട്ടെ. മാക്സിമം മുട്ടിച്ച റേറ്റിൽ. അത്രേ ഉള്ളൂ. നമുക്ക് സ്റ്റാഫ് ഇല്ല. മുമ്പ് പ്ലേസ് തന്നെയാണ് ഇത്. അപ്പൊ വാടകയും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ തരാൻ പോവാണ്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അപ്പൊ തൽക്കാലം